ഹായ് ഫ്രണ്ട്സ്, പവിത്രം സീരിയലിൻ്റെ സെക്കൻഡ് പാർട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. കോടതിയിൽ നിന്നും വേദ അന്നിറങ്ങിയത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടെ നിന്ന് വേദ ആദ്യം കണ്ട ട്രെയിന് തന്നെ കയറിയായിരുന്നു. അത് ഡൽഹിയിലേക്കായിരുന്നു. അവിടെ വേദയുടെ കൂട്ടുകാരി ശ്രേയയുടെ ഒപ്പം വേദ ഇപ്പോൾ അവിടെ കോൾ സെൻറ്ററിൽ ജോലി ചെയ്യുകയാണ്. വിക്രമാണെങ്കിൽ ചന്ദ്രശേഖർ വധക്കേസിൽ ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കുകയാണ്. വേദയുടെ അച്ഛനാണെങ്കിൽ ശങ്കരനാരായണൻ ജഡ്ജി സ്ഥാനം റിസൈൻ ചെയ്തിട്ട് വിക്രമിന് വേണ്ടി വാദിക്കാൻ കോടതിയിലേക്ക്. വേദയുടെ സഹോദരൻ ശ്രീകാന്ത് ആണെങ്കിൽ വേദയെ തേടി നടക്കുകയാണ്. ശ്രീകാന്തിനൊപ്പം തൻ്റെ അച്ഛനെ കൊന്നതിന് പകരം വീട്ടാൻ എന്തിനും ഏതിനും തയ്യാറായി ദർശൻ വക്കീലും കൂടെയുണ്ട്. വിക്രമിൻ്റെ അമ്മയും അച്ഛനും ആണെങ്കിൽ വേദയെക്കുറിച്ചൊന്നും അറിയാതെ, വേദ എവിടെ ഉണ്ടെന്നറിയാതെയോ വിക്രമിനെക്കുറിച്ചും വേദയെക്കുറിച്ചും ഓർത്ത് സങ്കടപ്പെട്ട് മുന്നോട്ട് പോകുന്നു. വിക്രമിൻ്റെ സഹോദരങ്ങളാണെങ്കിൽ വിശ്വനും വിനായകനും അവരുടെ സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി അവരെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ് വിക്രമിൻ്റെ അച്ഛൻ മാഷ്. എന്നിട്ട് മാഷിൻ്റെ വീട് വിറ്റിട്ട് വിക്രമിന് വേണ്ടി കേസ് വാദിക്കാൻ ഇറങ്ങിയാണ്. അങ്ങനെ 1 വർഷമാകുന്നു. വിക്രം ജയിലിലായിട്ടും വേദയെക്കുറിച്ച് ഒരു അറിവും അവർക്ക് കിട്ടുന്നില്ല. മാഷാണെങ്കിൽ ഭാര്യയ്ക്ക് മരുന്നെടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഈ മരുന്ന് കഴിക്കുക. അപ്പോൾ കമലം പറയുന്നുണ്ട്, മാഷിന് 3 ആൺമക്കളുണ്ടായിട്ട് മാഷിന് ഒരു പ്രയോജനവും ഇല്ലാതെ പോയല്ലോ. നമ്മുടെ ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യമായിരുന്നല്ലോ ആ വീട്, അതും നഷ്ടമായല്ലോ. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, അത് പോയാലൊന്നും എനിക്കൊരു വിഷമവും ഇല്ല. എനിക്ക് വിക്രമിനെ എങ്ങനെയെങ്കിലും ഇറക്കണം. അധികം നാൾ വിക്രം കിടക്കില്ല. അതിനു മുമ്പേ വിക്രം ഇറങ്ങും. എനിക്കിപ്പം നല്ല പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ വിശ്വനോടും വിനായകനോടും പറഞ്ഞത്, വയസ്സാം കാലത്ത് അവർക്ക് നമ്മളൊരു ബുദ്ധിമുട്ടാകരുത്. അതിനു വേണ്ടിയാണ് അവരവരുടെ കാര്യം നോക്കി പോകാൻ പറഞ്ഞത്. ശങ്കരനാരായണൻ സാറ് റിസൈൻ ചെയ്തിട്ട് വിക്രമിന് വേണ്ടി വാദിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് നല്ല പ്രതീക്ഷയാണ് വിക്രമിനെ എത്രയും പെട്ടെന്ന് ഇറക്കാൻ കഴിയുമെന്ന്. ഒരു കാലത്ത് ചെയ്യാത്ത കുറ്റത്തിന് ചതിയിൽപ്പെട്ട് ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടന്നപ്പോൾ അവന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അതിനൊന്നും ഞാൻ ശ്രമിച്ചതുമില്ല. അതുപോലെ ആവരുതിനി. അതുകൊണ്ട് അവനെ സ്നേഹിക്കാനും അവൻ്റെ ഭാര്യയെ സ്നേഹിക്കാനും എനിക്ക് ദൈവം അവസരം തന്നില്ല. അതുകൊണ്ട് അവനെ എനിക്ക് എത്രയും പെട്ടെന്ന് ഇറക്കണം. അവൻ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവനെ സ്വീകരിക്കാൻ വേദയും വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, വിക്രമും വേദയും വരുമ്പോൾ അവരുടെ ഒപ്പം നമുക്ക് ജീവിക്കാൻ വേണ്ടി നീ മനസ്സുറപ്പോടുകൂടി നീ നിൽക്കണം. അല്ലാതെ മനസ്സുകൊണ്ട് നീ ഓടി ഒളിക്കുകയല്ല ചെയ്യേണ്ടത് എന്ന് പറയും. അപ്പോൾ കമലം പറയും, മാഷേ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ തീ കൊളുത്തേണ്ടത് വിക്രമായിരിക്കണം. വിക്രം വരുന്നത് വരെ എന്നെ മോർച്ചറിയിൽ വെക്കണം. ചിതാഭസ്മം ഒഴുക്കേണ്ടത് വേദ വന്നിട്ട് ഒഴുക്കിയാൽ മതി എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ മാഷിനോട് പറയുകയാണ്. അപ്പോൾ മാഷിന് സങ്കടമാകും. മാഷ് പറയും, ഇങ്ങനെയൊന്നും പറയാതെ കമലം, നീ കഴിച്ചിട്ട് കിടന്നോളൂ, നാളെ ഹോസ്പിറ്റലിൽ പോകേണ്ടതല്ലേ എന്ന് പറയും. പിന്നീടാണെങ്കിൽ നമ്മുടെ ദർശൻ വക്കീൽ ശ്രീകാന്തിനെ വിളിച്ചിട്ട് പറയുക, ഞാനൊരു റീൽസിൻ്റെ വീഡിയോ ഇടുന്നുണ്ട്, എൻ്റെ സുഹൃത്തിൻ്റെ മകളുടെയാണ്. അതിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളുണ്ട്, ഒന്ന് നോക്കിക്കേ. എൻ്റെ അച്ഛൻ ചന്ദ്രശേഖരൻ്റെ കൊലയ്ക്ക് കൂട്ടി നിന്ന ആൾ വേദ എന്ന് ശ്രീകാന്തിനോട് പറയും. ശ്രീകാന്ത് ആ വീഡിയോ കണ്ട് കഴിയുമ്പോഴത്തേക്ക് ശ്രീകാന്തിന് വല്ലാത്ത സന്തോഷമാണ്. എന്നുവെച്ചാൽ 1 വർഷമാകുന്ന പെങ്ങളെ തിരക്കി നടക്കുകയായിരുന്നു. ഇത് ഡൽഹിയിലുണ്ടെന്ന് മനസ്സിലാകുന്നു. ആ വീഡിയോയിൽ കൂടെ ശ്രീകാന്ത് മനസ്സിലാക്കുന്ന വേദ പ്രഗ്നൻ്റ് ആണെന്ന്. വേദയെ അവിടുന്ന് പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടി ശ്രീകാന്ത് ഗുണ്ടകളെ ഏർപ്പാടാക്കുകയാണ്. ഡൽഹിയിലും ഗുണ്ടകളെ ഏർപ്പാടാക്കും. എന്നിട്ട് ഇവിടുന്ന് ഗുണ്ടകളെ ഡൽഹിയിലേക്ക് അയക്കുകയാണ്. വേദയെ പിടിക്കാനായിട്ട് ശ്രീകാന്തിൻ്റെ ഗുണ്ടകൾ ഡൽഹിക്ക് പോകുന്നത്. അടുത്ത ഭാഗമായിട്ട് അടുത്ത ദിവസം വരാം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.